പലപ്പോഴും നമ്മൾ വീട് വൃത്തിയാക്കാൻ മണിക്കൂറുകളോളം ചിലവഴിക്കാറുണ്ട്. എന്നിട്ടും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീട് വീണ്ടും അലങ്കോലമാകും. എന്നാൽ ജപ്പാനിലെ ആളുകൾ ദിവസവും മണിക്കൂറുകളോളം എടുത്ത് വീട് വൃത്തിയാക്കുന്നില്ല. എന്നിട്ടും അവരുടെ വീടുകൾ എപ്പോഴും ക്ലീനും ഓർഗനൈസ്ഡുമാണ്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? വെറും 3 മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു ചെറിയ ശീലമാണ് അതിന് പിന്നിൽ. എങ്കിൽ അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. വെൽക്കം ടു ഫെയറി ലൈഫ് സ്റ്റൈൽ. എ ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റാർട്ട്സ് ഹിയർ. ആദ്യം നമുക്ക് ജാപ്പനീസ് വീടുകൾ എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. നമ്മൾ അവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് ലക്ഷറി അല്ല, സിംപ്ലിസിറ്റിയാണ്. പൊതുവെ ജാപ്പനീസ് വീടുകൾ വളരെ വലിയവയല്ല. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ സ്ഥലപരിമിതി കാരണം വീടുകൾ താരതമ്യേന കോമ്പാക്റ്റ് ആയിരിക്കും. എന്നാൽ ഓരോ ഇഞ്ച് സ്ഥലവും അവർ വളരെ സ്മാർട്ടായി ചിന്തിച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്റീരിയർ മുഴുവൻ ഒരു മിനിമലിസ്റ്റ് കോൺസെപ്റ്റിലായിരിക്കും. അനാവശ്യ ഫർണിച്ചറുകളോ ഉപയോഗിക്കാതെ കിടക്കുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസോ ഒന്നും തന്നെ അധികം അവിടെ കാണുകയില്ല. പകരം കണ്ണിന് ആശ്വാസം നൽകുന്ന ന്യൂട്രൽ കളേഴ്സ്, ധാരാളം നാച്ചുറൽ ലൈറ്റ്സ്, ഓരോ വസ്തുവിനും അതിൻ്റെതായ ഒരു സ്ഥാനവും ഓപ്പൺ സ്പേസും, ഇതെല്ലാം ചേർന്നാൽ വീടിനുള്ളിലേക്ക് കയറുന്ന നിമിഷം തന്നെ മനസ്സിന് ഒരു കാം ഫീലിംഗ് ലഭിക്കുന്നതായിരിക്കും. ആ കാംനെസ്സിന് രഹസ്യം വില കൂടിയ ഫർണിച്ചറോ ഇന്റീരിയറോ അല്ല, മറിച്ച് അവരുടെ അച്ചടക്കമുള്ള ജീവിതശൈലിയും ദിവസവും പാലിക്കുന്ന ചെറിയ ചെറിയ ശീലങ്ങളുമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇന്ന് ജാപ്പനീസ് ഹോം സ്റ്റൈൽ ലോകമെമ്പാടും ഇത്രയധികം ആരാധകരുള്ളത്. കാരണം അവർ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അത് വെറുമൊരു ലിവിംഗ് സ്പേസ് ആയിട്ടല്ല കാണുന്നത്, അതിന് മനസ്സമാധാനം നൽകുന്ന ഒരു പീസ്ഫുൾ സ്പേസ് ആയിട്ടാണ് അവർ അതിനെ കാണുന്നത്. ഒരു ജാപ്പനീസ് വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ ഒരു വസ്തുവും താൽക്കാലികമായി എവിടെയും കിടക്കാറില്ല എന്നുള്ളതാണ്. ഓരോ വസ്തുവിനും അതിൻ്റെതായ ഒരു ഡെസിഗ്നേറ്റഡ് പ്ലേസ് ഉണ്ടായിരിക്കും. പുസ്തകത്തിന് പുസ്തകത്തിൻ്റെ സ്ഥലം, താക്കോലിന് താക്കോലിൻ്റെതായ ഒരു സ്ഥലം, ബാഗിന് ബാഗിൻ്റെ സ്ഥലം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ തിരിച്ചു വെക്കും. അതുകൊണ്ടാണ് വീട് ഒരിക്കലും ക്ലട്ടേഡായി തോന്നാത്തത്. യഥാർത്ഥത്തിൽ മനോഹരമായ ഒരു ഇന്റീരിയർ സൃഷ്ടിക്കുന്നത് വില കൂടിയ ഡെക്കോർ കൊണ്ടല്ല, മറിച്ച് വിഷ്വൽ ക്ലട്ടർ ഇല്ലാത്ത ഒരു സ്പേസ് കൊണ്ടാണ്. ജാപ്പനീസ് ആളുകൾക്ക് അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ദിവസവും വെറും 3 മിനിറ്റ് മാത്രം എടുത്ത് കണ്ണിൽ ആദ്യം കാണുന്ന കുറച്ച് വസ്തുക്കൾ അതത് സ്ഥാനത്ത് തിരിച്ചു വയ്ക്കും. കേൾക്കുമ്പോൾ ഇത് വലിയ കാര്യമായി ഒന്നും തോന്നുകയില്ല. പക്ഷേ നിങ്ങളുടെ വീടിന്റെ മുഴുവൻ ആംബിയൻസ് മാറ്റാൻ ചിലപ്പോൾ ഇത്രമാത്രം മതിയാകും. രാവിലെ നമ്മൾ ഉറക്കമുണർന്നാൽ ആദ്യം ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. നമ്മുടെ കിടക്ക ഒന്ന് വിരിച്ചിടുക. വെറും 3 മിനിറ്റ് മാത്രം മതി. കേൾക്കുമ്പോൾ അത് വളരെ നിസ്സാരമായ ഒരു ശീലം പോലെ തോന്നാം. പക്ഷേ ജാപ്പനീസ് ജീവിതശൈലിയിൽ ദിവസത്തിന്റെ തുടക്കം തന്നെ ഒരു ചെറിയ ക്രമപ്പെടുത്തലിലൂടെയായിരിക്കണം എന്ന ചിന്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല ജാപ്പനീസ് കുടുംബങ്ങളിലും രാവിലെ ബെഡ് ക്രമപ്പെടുത്തുന്നത് ഒരു ക്ലീനിങ് ടാസ്ക് എന്നതിലുപരി ഒരു മോർണിംഗ് റിച്വലായിട്ടാണ് അവർ കാണുന്നത്. ഒരു ബെഡ്റൂമിന്റെ വിഷ്വൽ ബാലൻസ് നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എലിമെന്റ് ആ കിടക്ക തന്നെയാണ്. അത് അലങ്കോലമായിട്ട് കിടന്നാൽ മുറി മുഴുവൻ അലങ്കോലമായിട്ട് അനുഭവപ്പെടും, ശരിയല്ലേ? എന്നാൽ വെറും 3 മിനിറ്റ് എടുത്ത് കിടക്ക ഒന്ന് മനോഹരമായി ഒരുക്കിയാൽ അതേ മുറിക്ക് തന്നെ ഒരു ഫ്രഷ് ഫീൽ ലഭിക്കും. അതിലും പ്രധാനമായി ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ പ്രവൃത്തി പൂർത്തിയാക്കിയെന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിനും ഒരു പോസിറ്റീവ് ഫീൽ ലഭിക്കും. ബെഡ് മനോഹരമായി ഒരുക്കിയാൽ മാത്രം ഒരു വീട് വൃത്തിയാകില്ല. പക്ഷെ ആ ചെറിയ ശീലം കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? ബെഡ്റൂമിൽ ഇന്നലെ രാത്രി ഉപയോഗിച്ച വെള്ളത്തിന്റെ കുപ്പി അവിടെ തന്നെ ഉണ്ടാകും, വായിച്ച പുസ്തകം മറ്റൊരിടത്തുണ്ടാകും, മൊബൈൽ ചാർജർ കട്ടിലിന് മുകളിൽ എവിടെയെങ്കിലും ഉണ്ടാകും, വസ്ത്രങ്ങൾ ഒരു കസേരയിൽ ഉണ്ടാകും. ഇതൊന്നും വലിയ അഴുക്കുകളൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് ഒരു മുറിയുടെ മുഴുവൻ ബ്യൂട്ടി ഇല്ലാതാക്കുന്നത്. അതുകൊണ്ടാണ് ജാപ്പനീസ് വീടുകളിൽ ഒരു ചെറിയ ശീലം കാണുന്നത്: ഡോണ്ട് ലീവ് ഇറ്റ് ഫോർ ലേറ്റർ. ഉപയോഗിച്ച വസ്തു അപ്പോൾ തന്നെ അതിൻ്റെ സ്ഥാനത്ത് തിരികെ വെക്കുക. അങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് സമയം വേണ്ട. ഒരു 3 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഒരു മുറിയെ മനോഹരമാക്കുന്നത് ആ മുറിയിലെ മനോഹരമായ ഫർണിച്ചറുകൾ മാത്രമല്ല, വിഷ്വൽ ക്ലട്ടർ ഇല്ലാത്ത ഒരു സ്പേസ് ആണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയ നിമിഷം നിങ്ങളുടെ വീട് തന്നെ മാറാൻ തുടങ്ങും. ഇനി നമുക്ക് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങാം. ഒരു മുറി വൃത്തിയായി എന്ന് കരുതി വാതിലടച്ചാൽ മാത്രം പോരല്ലോ. ഒരു വീട് അലങ്കോലപ്പെടുന്നത് പലപ്പോഴും നമ്മൾ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് നടക്കുമ്പോഴായിരിക്കും. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, ആ ഗ്ലാസ് ആ ടേബിളിൽ വെച്ചു. ഫോൺ ചാർജ് ചെയ്തു, ആ ചാർജർ അവിടെ തന്നെ വെച്ചു. ഒരു പുസ്തകം എടുത്ത് വായിച്ചു, അത് കഴിഞ്ഞിട്ട് അത് എടുത്ത് സോഫയിലിട്ടു. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മുടെ വീട്
അലങ്കോലമാകുന്നത് വലിയ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, ഇങ്ങനെ 5 സെക്കൻഡിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ കൊണ്ടാണ്. ജാപ്പനീസ് വീടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. അവർ ഒരു മുറി വിട്ട് മറ്റൊരു മുറിയിലേക്ക് പോകുമ്പോൾ കയ്യിൽ കൊണ്ടുവന്നത് എന്താണോ അത് തിരികെ അതിൻ്റെ സ്ഥാനത്ത് എത്തിച്ചിട്ടാണ് അടുത്ത റൂമിലേക്ക് അവർ പോകുന്നത്. ഇതിന് വെറും 3 മിനിറ്റ് പോലും വേണ്ട. പക്ഷേ ദിവസത്തിൽ 10 പ്രാവശ്യം ഇത് ആവർത്തിച്ചാൽ വൈകുന്നേരമാകുമ്പോൾ വീട് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നീറ്റായിരിക്കും. ഇനി നമുക്ക് ലിവിംഗ് റൂമിലേക്ക് വരാം. ഒരു വീട് വൃത്തിയാണോ അല്ലയോ എന്ന് ഒരു അതിഥി ആദ്യം തീരുമാനിക്കുന്നത് ആ മുറിയിലൂടെയാണ്. പക്ഷേ സത്യത്തിൽ ഏറ്റവും വേഗം അലങ്കോലമാകുന്നതും ഇത് തന്നെയാണ്. റിമോട്ട് ഒരു ഭാഗത്ത്, കുഷ്യൻ മറ്റൊരു ഭാഗത്ത്, ഇന്നലെ വായിച്ച മാഗസിൻ ടീപ്പോയുടെ മുകളിൽ, ചായ കുടിച്ച കപ്പ് ഇപ്പോഴും അവിടെ തന്നെ. ഇതൊന്നും വലിയ അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷേ ഇതെല്ലാം കൂടി ചേരുമ്പോൾ എത്ര മനോഹരമായ ഇൻറ്റീരിയർ ആയാലും അതിൻ്റെ ഒരു ചാം പതിയെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ജാപ്പനീസ് വീടുകളിൽ ഒരു ചെറിയ ഹോം റീസെറ്റ് പതിവുള്ളത്. ഒരു മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുൻപ് വെറും 3 മിനിറ്റ് മാത്രം കണ്ണിൽ കാണുന്ന ചെറിയ കാര്യങ്ങൾ പഴയ സ്ഥാനത്ത് തിരികെ വെക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഇത്രമാത്രം ചെയ്താൽ പോലും ലിവിംഗ് റൂമിന്റെ മുഴുവൻ ആംബിയൻസും മാറും. ചിലപ്പോൾ ഒരു വീട് മനോഹരമായി തോന്നാൻ പുതിയ ഫർണിച്ചർ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെയുള്ള വിഷ്വൽ നോയ്സ് കുറച്ചാൽ മാത്രം മതിയാകും. ഇനി നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് വരാം. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രം കഴുകാതെ സിങ്കിൽ വെക്കാറില്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാമെന്ന് പറഞ്ഞ് 2-3 പാത്രങ്ങൾ കൂടി അവിടെ കിടക്കും, ശരിയല്ലേ? വൈകുന്നേരം ആകുമ്പോഴേക്കും സിങ്ക് നിറയും. അപ്പോൾ കിച്ചൺ വൃത്തിയാക്കുന്നത് ഒരു ചെറിയ ജോലിയല്ല, ഒരു വലിയ ടാസ്ക് ആയി തന്നെ മാറും. പക്ഷേ ജാപ്പനീസ് വീടുകളിൽ അവർ ശ്രദ്ധിക്കുന്നത് അഴുക്ക് വൃത്തിയാക്കാനല്ല, അഴുക്ക് കുന്നുകൂടാതിരിക്കാനാണ്. അതുകൊണ്ട് പാചകം ചെയ്യുമ്പോഴോ ഭക്ഷണം കഴിഞ്ഞ ഉടനെയോ വെറും 3 മിനിറ്റ് മാത്രം എടുത്ത് സിങ്ക് ഒന്ന് ക്ലിയർ ചെയ്യും. കൗണ്ടർ ടോപ്പ് ഒന്ന് നല്ല വൃത്തിയായിട്ട് തുടച്ചിടും. അടുത്ത പ്രാവശ്യം കിച്ചണിലേക്ക് വരുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ട് വളരെ നീറ്റായിട്ടായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് വീടുകളിൽ കിച്ചൺ കാണുമ്പോൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥലം എന്നതിലുപരി മനസ്സിന് ശാന്തി നൽകുന്ന ഒരു സ്പേസ് ആയിട്ടായിരിക്കും അത് തോന്നുക. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് നോക്കാം. സത്യത്തിൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഈർപ്പം ഉണ്ടാകുന്ന സ്ഥലവും അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗം അഴുക്ക് പിടിക്കുന്ന സ്ഥലവും ഇതാണ്. നമ്മൾ പലപ്പോഴും കുളിച്ചിറങ്ങും, കണ്ണാടിയിൽ വെള്ളത്തുള്ളികൾ അതുപോലെ തന്നെ ഉണ്ടാകും, വാഷ് ബേസിന് ചുറ്റും വെള്ളമുണ്ടാകും, ടാപ്പിലും ചെറിയ പാടുകൾ. അപ്പോൾ തോന്നും പിന്നീട് വൃത്തിയാക്കാമെന്ന്. പക്ഷേ ആ പിന്നീട് പലപ്പോഴും വരാറില്ല. അതുകൊണ്ടാണ് ജാപ്പനീസ് വീടുകളിൽ ഒരു മനോഹരമായ ശീലം കാണുന്നത്. ബാത്റൂം ഉപയോഗിച്ച് ഇറങ്ങുന്നതിന് മുൻപ് വെറും 3 മിനിറ്റ് മാത്രം വാഷ് ബേസിനും തുടയ്ക്കും, കണ്ണാടിയിലെ വെള്ളത്തുള്ളികൾ മാറ്റും, നിലത്ത് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. കേൾക്കുമ്പോൾ അതൊരു ചെറിയ കാര്യം മാത്രമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. അവർ വൃത്തിയാക്കുന്നത് അഴുക്ക് വന്നതിന് ശേഷമല്ല, അഴുക്ക് ഉണ്ടാകുന്നതിന് മുൻപാണ്. അതാണ് അവരുടെ ചിന്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മനോഹരമായ വീട് എന്നത് എപ്പോഴും വൃത്തിയാക്കിയ വീടല്ല, അഴുക്ക് സ്ഥിരമായി താമസിക്കാൻ അവസരം കൊടുക്കാത്ത വീടാണ്. ഇനി നമുക്ക് വീട്ടിലെ ഏറ്റവും ചെറിയ പക്ഷേ ഏറ്റവും അർത്ഥവത്തായ സ്ഥലത്തേക്ക് പോകാം, വീടിന്റെ എൻട്രൻസ്. ജപ്പാനിൽ ഇതിനെ ജെൻകാൻ എന്നാണ് വിളിക്കുന്നത്. ഒരു വീട് എവിടെ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ലിവിംഗ് റൂമിലല്ല, ഈ എൻട്രൻസിലാണ് എന്നുള്ളതാണ്. കാരണം പുറത്തുള്ള ലോകത്തിൽ നിന്ന് വീട്ടിലേക്ക് കടക്കുന്ന അതിർത്തിയായി അവർ ഈ സ്ഥലത്തെ കാണുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് ചെരുപ്പ് അഴിച്ചു വെക്കുന്നതും അവ ഭംഗിയായി ക്രമപ്പെടുത്തി വെക്കുന്നതും അവിടെ ഒരു ശീലമാണ്. കേൾക്കുമ്പോൾ അത് വെറും വൃത്തിയുടെ കാര്യമാണെന്ന് തോന്നാം, പക്ഷേ അതിനപ്പുറം ഒരു മനോഹരമായ ചിന്ത അതിന് പിന്നിലുണ്ട്. പുറത്തു നിന്നുള്ള പൊടിയും തിരക്കുകളും അവിടെ തന്നെ വിട്ടിട്ട് ശാന്തമായ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വീടിന്റെ ആദ്യ കാഴ്ച തന്നെ ഒരു വീട്ടിലെ ജീവിത രീതിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ടായിരിക്കാം ജാപ്പനീസ് വീടുകളിൽ എൻട്രൻസ് പോലും ഒരു ചെറിയ പാസേജ് അല്ല, ആ വീടിന്റെ ആദ്യ മതിപ്പായി അവർ അതിനെ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം, ഒരു വീട് എപ്പോഴും വൃത്തിയായിരിക്കാൻ മണിക്കൂറുകളോളം ക്ലീനിങ് ചെയ്യണമെന്നില്ല, ചില ചെറിയ ശീലങ്ങൾ മതി എന്നുള്ളതാണ്. വെറും 3 മിനിറ്റ് ഒരു കിടക്ക ഒന്ന് ശരിയാക്കാൻ, ഉപയോഗിച്ച ഒരു വസ്തു അതിൻ്റെ സ്ഥാനത്ത് തിരികെ വെക്കാൻ, സിങ്ക് കാലിയാക്കി വെക്കാൻ, ഇത്ര ചെറിയ കാര്യങ്ങൾ ദിവസവും ആവർത്തിക്കുമ്പോഴാണ് ഒരു വീട് പതിയെ മാറാൻ തുടങ്ങുന്നത്. പിന്നെ ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ വീട് മാത്രമല്ല നിങ്ങളുടെ ജീവിതശൈലി മാറിയിട്ടുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇങ്ങനെയൊന്നും അല്ലാതെ ജീവിച്ചാൽ അത് ശരിയല്ല എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഓരോ മനുഷ്യനും അവരുടേതായ ജീവിത രീതിയും സാഹചര്യങ്ങളും ഇഷ്ടങ്ങളും മുൻഗണനകളും എല്ലാം ഉണ്ട്. അതിനെയെല്ലാം ഞാൻ പൂർണ്ണമായിട്ടും ബഹുമാനിക്കുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായ ജാപ്പനീസ് സംസ്കാരവും അവരുടെ ഒരു ജീവിതശൈലിയും വളരെയധികം ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ ശീലങ്ങളിലൂടെ ഒരു മനോഹരമായ ജീവിതം അവർ സൃഷ്ടിക്കുന്ന രീതി എന്നെ വല്ലാതെ ആകർഷിക്കാറുമുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നല്ല ആശയങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ഒരു ശീലമെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യാം. ഇല്ലെങ്കിൽ അതിലും ഒരു തെറ്റുമില്ല. കാരണം ഒരു നല്ല ജീവിതം എന്നത് എല്ലാവരും ഒരേ രീതിയിൽ ജീവിക്കുന്നതല്ലല്ലോ. ഓരോരുത്തരും അവർക്കുള്ള സമാധാനവും സന്തോഷവും കണ്ടെത്തുന്ന രീതിയിൽ ജീവിക്കുന്നതാണ്. സോ ജീവിതത്തെ കുറച്ചുകൂടി മനോഹരമാക്കുന്ന ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫെയറി ലൈഫ് സ്റ്റൈൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.